ഇന്നൊന്നേരം നമുക്ക് നല്ലൊരു ബീഫ് കറിയും കപ്പയും കൊണ്ട് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കിലോ ബീഫ് നല്ല രീതിയിൽ കഴുകി കുക്കറിനകത്തോട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില, 1 സ്പൂൺ വെളിച്ചെണ്ണ നല്ലൊരു ഇളക്കി കൊണ്ട് കൊടുത്തിട്ട് 6 വിസിൽ അടുപ്പിച്ച് നല്ല രീതിയിൽ നമ്മുടെ ബീഫ് കൊണ്ട് വേവിച്ച് നമ്മൾ എടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ വേവിക്കുന്നത്. ബീഫിനെ വെള്ളം കൊണ്ട് ഇറങ്ങിക്കോളും. പിന്നെ നെയ്യുണ്ട്. ഇത് നല്ലപോലെ അടച്ചു വെച്ച് നമുക്കിത് കൊണ്ട് വേവിച്ചിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് കറി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ബീഫൊക്കെ നമ്മളൊരു 6 വിസിലൊക്കെ അടുപ്പിച്ച് നല്ല രീതിയിൽ വേവിച്ച് റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യെല്ലാം ഇറങ്ങി നല്ല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫിലേക്ക് ചേർക്കാനായിട്ട് 2-3 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം 1 ഇഞ്ചിയും ചതച്ചത്, 1 പിടി തേങ്ങാക്കൊത്തി കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, 1 മീഡിയം സൈസുള്ള സവാളയും 15 ചെറിയുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൊണ്ട് വഴത്തി നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് കറി കൊണ്ട് റെഡിയാക്കി എടുക്കാം. അന്നേരം നമ്മൾ ബീഫ് കറി വെക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബീഫ് വേവിച്ച് വെച്ച ആ ബീഫിന്റെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഉള്ളി എല്ലാം ഒന്ന് വഴറ്റി കൊണ്ടെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ആ ബീഫിന്റെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അന്നേരം ബീഫിന്റെ നെയ്യും പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടുണ്ട്. അല്ലെ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം എണ്ണയായി. അപ്പോൾ അതിനാണ് നമ്മൾ ആ ബീഫിന്റെ നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ഇട്ട് വഴത്തി കൊണ്ടെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഇതിനകത്ത് കിടന്നൊന്ന് വാടി വരട്ടെ. എന്നാൽ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കാം. അതും ഈ നെയ്യിലും എണ്ണയ്ക്കകത്തും കിടന്ന് ഒന്ന് വാടി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അന്നേരം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് നമ്മുടെ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വഴത്തി എടുക്കാം. അല്പം ഉപ്പും കൂടെ അവിടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി നമ്മുടെ സവാള ആ എണ്ണയിലും നെയ്യിലും ഒക്കെ കിടന്ന് നല്ലപോലെ വഴന്നങ്ങോട്ട് വരണം. അന്നേരം നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വഴന്ന് റെഡിയായി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് വേണ്ട പൊടി ഐറ്റങ്ങൾ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണം. ആദ്യം നമ്മളൊരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നു. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇത്ര അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തലെല്ലാം ഒന്ന് മാറി കിട്ടും. അങ്ങനെ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കാൻ നമ്മുടെ ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അവിടെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ബീഫിലോട്ട് അവിടെ പിടിക്കണം. നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ട് നമുക്കിനി ഒരു 10 മിനിറ്റ് അടച്ചുകൊണ്ട് കൊടുക്കണം. തീയെല്ലാം അവിടെ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് ഈ മസാലയെല്ലാം അവിടെ പിടിക്കിട്ടും. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഗരം മസാലയും അല്പം കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്തുകൊണ്ട് കൊടുക്കാം. അന്നേരം ഇടയ്ക്ക് നമ്മുടെ ബീഫ് കറിയൊക്കെ തുറന്നു നോക്കാം. കറിയെല്ലാം നല്ല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അതുപോലെ കുരുമുളകും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണ്, നല്ല കിടിലൻ ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നാടൻ ഗരം മസാല,
എന്നിട്ട് ഇളക്കി നല്ലപോലെ കൊണ്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാം. ഒന്നും പറയാനല്ല, സെറ്റപ്പ് ബീഫ് കറി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചുകൊണ്ട് വെച്ചിട്ട് ലാസ്റ്റ് നമുക്കൊരല്പം കടുകും ഉലുവയും കൂടെ താളിച്ചങ്ങോട്ട് ചേർക്കാം. അപ്പോഴത്തേനും നമ്മുടെ കിടിലൻ ബീഫ് കറി ഇവിടെ റെഡിയാവും. ഒരല്പം വെള്ളം പോലും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിലാണ് നമ്മൾ അങ്ങോട്ട് കറി കൊണ്ട് വെക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടെ അങ്ങോട്ട് ഇരിക്കട്ടെ. അന്നേരം നമ്മുടെ ബീഫ് കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് അങ്ങോട്ട് താളിച്ചങ്ങോട്ട് ചേർക്കാം. അങ്ങനെ കടുക് താളിക്കാൻ പാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം എണ്ണയൊക്കെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതുകൊണ്ട് അതിലേക്ക് നമുക്ക് ഒരല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉലുവയും കൂടെ. ഉലുവ ഞാൻ ആദ്യമായിട്ട് ചേർക്കുകയാണ് ബീഫ് കറിക്ക് ആ ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ചേർത്ത് നോക്കുക. അങ്ങനെ കടുകും ഉലുവയെല്ലാം ഒന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി മൂപ്പിച്ച് നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. അങ്ങനെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി അത് മിക്സ് ചെയ്യാം. അത് നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ പൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിവനെ കപ്പയുടെ കൂടെ അങ്ങോട്ട് കഴിക്കാം. കപ്പയുടെ കൂടെ കഴിക്കാൻ പാകത്തിന് റെഡിയാക്കിയ നമ്മുടെ കിടിലൻ ബീഫ് കറി. അന്നേരം നമ്മുടെ കപ്പ വേവിച്ചതും നല്ല ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ ചേർത്തൊരു പിടിയും കൂടിയാണ്. നല്ല ആവി പറക്കുന്ന കപ്പയും അതിൻ്റെ കൂടെ നല്ല കിടിലായിട്ട് ഉണ്ടാക്കി നമ്മുടെ ബീഫും കൂട്ടി നമുക്ക് ഒരു നല്ലൊരു പിടിയും കുടിക്കാം.